ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ റാഗിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതും രാവിലത്തെ ഭക്ഷണം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാവുമ്പോൾ നമുക്ക് നല്ല ഉന്മേഷം കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് ഉഴുന്നാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ആദ്യം. അങ്ങനെ നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊരു 3 മണിക്കൂറൊക്കെ മതിയാവും കേട്ടോ. നമുക്കതവിടെ മാറ്റി വയ്ക്കാം. അങ്ങനെ ഇപ്പോൾ ഞാനിത് ചെയ്തെടുക്കുന്ന ഒരു 4 മണിക്കാണ് കേട്ടോ ഇത് ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അരി അരച്ചെടുക്കുന്ന സമയം എന്ന് പറയുന്നത് അരിയല്ല കേട്ടോ, ഉഴുന്ന് തെറ്റിപ്പോയതാണ്. അങ്ങനെ ഇപ്പോൾ ഒരു 7-7:30 ആ ടൈമിലാണ് കേട്ടോ ഞാൻ ഇതൊന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ബൗൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബൗളിലേക്ക് നമുക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് റാഗിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിവിടെ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റാഗിപ്പൊടിയാണ് കേട്ടോ. അതിന് 2 കപ്പ് നമ്മൾ ഉഴുന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് 2 കപ്പ് റാഗിപ്പൊടി എടുത്തത്. അതിലേക്ക് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കലക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് വെള്ളം കുറേ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ലൂസായിപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലോ അല്ലെങ്കിൽ കയ്യോ എങ്ങനെയായാലും കുഴപ്പമില്ല, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിന് ലാസ്റ്റ് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് കട്ടയില്ലാതെ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഈ മിക്സ് വേണ്ടത്. ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാതെ ആ ഉഴുന്ന് മാത്രം എടുത്തിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ ഉഴുന്നെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 1/4 ഭാഗം ചോറും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതേത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം അങ്ങോട്ട് ലൂസ് ആകരുത് കേട്ടോ. ഇത് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റാഗിപ്പൊടിയുടെ ഒരു കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അധികം ലൂസാകരുത്, ഒരു കട്ടിയിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ. അതുപോലെ തന്നെ റാഗിപ്പൊടി നമ്മൾ ഒന്ന് ഇളക്കി അവിടെ വെക്കുന്ന ടൈമിലും മിക്സ് ചെയ്ത് വെക്കുന്ന ടൈമിലും അധികം ലൂസാകാനും പാടില്ല കേട്ടോ. അതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതേ നല്ല രീതിയിൽ തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ റാഗിപ്പൊടിയും ഈ ഉഴുന്നും ഉലുവയും ഒക്കെ കൂടി അരച്ചെടുത്തില്ലേ, ഒക്കെ കൂടി അങ്ങോട്ട് നല്ല പോലെ അങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പുളി ഉണ്ടാവുക. ഇവിടെ നമുക്ക് പുളിയുടെ ആവശ്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഇവിടെ അങ്ങനെ വലിയ പുളി ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എൻ്റെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് അധികം പുളിയൊന്നും വരാറില്ല. എന്നാലും ഞാനിപ്പോൾ കൈ കഴുകണ്ടേ വെച്ചിട്ട് അങ്ങനെ അത് വെച്ചിട്ട് വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഇളക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് ഞാനവിടെ അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ ഇത് കാണിക്കുന്നത്. നമുക്ക് മാവൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ നല്ലപോലെ തന്നെ മാവ് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും കേട്ടോ. ഞാൻ മാവ് കലക്കി വെച്ചപ്പോൾ എത്രയ്ക്ക് ഉണ്ടായിരുന്നു, പൊന്തി വന്നപ്പോൾ എന്തോരം മാവ് അതിലുണ്ട് എന്നുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിനെ കാണിച്ചു തരാം. നല്ലപോലെ തന്നെ മാവ് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, എനിക്കിത് കാണുമ്പോൾ തന്നെ നല്ലപോലെ അറിയുന്നുണ്ടാവും കേട്ടോ. മാവിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ സാധാരണ നമ്മൾ ഉഴുന്നും അരിയൊക്കെ അരച്ച് വെക്കുന്ന പോലെ തന്നെ നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റാഗിപ്പൊടിയുടെ ഇഡ്ഡലി എന്ന് പറയുമ്പോൾ ഞാനിത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മളെന്തായാലും ഇന്നെടുക്കുന്ന വീഡിയോ ഞാൻ ഇന്ന് തന്നെ ഇടാറില്ല കേട്ടോ. ഇന്നെടുക്കുന്ന വീഡിയോ പിറ്റേ ദിവസം അങ്ങനെയാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാറ്. നമുക്ക് രാവിലെ തന്നെ വീഡിയോ ഇടുന്ന കാരണം കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. ഇന്ന് വീഡിയോ ഇടുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. രാവിലെയാണ് ഞാൻ വീഡിയോ സാധാരണ ഇടാറ്. ഇന്നിപ്പോൾ ഒന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് വീഡിയോ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ, ക്ഷമിക്കണേ. അങ്ങനെ ഇതേ ഇഡ്ഡലി തട്ടിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തടവിയിട്ട്
ഞാൻ അതിലേക്ക് ബാറ്ററി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വല്ലാണ്ട് നിറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നിങ്ങനെ ആവി ഇങ്ങനെ വരുന്ന ടൈമിൽ അത് വല്ലാണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോകും. അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത്. ഈ രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ മാവ്. അത് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. മൊത്തത്തിൽ നിറച്ച് മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഞാനിത് ഇവിടെ വെള്ളം ഇഡ്ഡലി തട്ടിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ കളറൊന്നും മാറിയിട്ടില്ലേ? മുകളിലത്തെ കളറും അടിയിലത്തെ കളറും ഞാനിത് എടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. രണ്ടും രണ്ട് കളറായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പക്ഷേ ഇഡ്ഡലി കഴിച്ചപ്പോഴോ ഒടുക്കത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മതിയോ, അത്രയ്ക്കധികം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ റാഗിപ്പൊടി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ലേ നമ്മുടെ റാഗി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ചൂടിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ ഇത് കൊടുക്കുമ്പോൾ തണുപ്പാണ്. അങ്ങനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു അറിവ് കേട്ടോ. ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, എന്നാലും ഞാൻ കേട്ടിട്ടുള്ളൊരു അറിവ് വെച്ചിട്ട് പറയാണ് കേട്ടോ. അങ്ങനെ ദേ ഇഡ്ഡലിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ദേ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ അറിയായിരിക്കും കേട്ടോ. മോൾ ഭാഗം ഒരു കളറും അടിഭാഗം വേറൊരു കളറും, രണ്ട് കളറായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇഡ്ഡലി ആണെങ്കിലോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഞാൻ ഒന്ന് പൊട്ടിച്ച് കൂടി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ഇത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ തന്നെ ശ്രമിക്കണം. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. എന്തുട്ട് ചെയ്യണേ? എന്തുട്ട് കഴിക്കണേ? പഞ്ചസാര കൂട്ടിയിട്ടാ? എന്തുട്ട് കഴിക്കണേ? റാഗി പൊടിയുടെ എന്തുട്ടാ? ഇഡ്ഡലി. ഇഷ്ടായോ കുട്ടിക്ക്? രസമുണ്ടാ? ആ വേഗം കഴിക്കി. ആ അമ്മ ഫോട്ടോ എടുക്ക. ഫോട്ടോ അല്ല വീഡിയോ എടുക്ക കുട്ടീനെ. ആ വേഗം കഴിക്കി. ഇഷ്ടായോ ഇഡ്ഡലി? ചായ വേണോ കുട്ടിക്ക്? ചായ എടുത്തിട്ട് വരാം. ചായ കുടിച്ചോ? കുടിച്ചിട്ട് ക്ലാസ് അമ്മയുടെ കയ്യിൽ തരണം. അവിടെ ഒന്നും കളയരുതിട്ടോ, ഉറുമ്പ് വരിക കിടക്കയില്. മതി മതി, കുറച്ച് കുടിച്ചാൽ മതി. കൊണ്ടാ ഇനി വേഗം പാപ്പ തിന്നു കേട്ടോ. തിന്നിട്ട് ഇനി തരാം. പാത്തൂസിൻ്റെ ഇഡ്ഡലി കഴിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിന് 100 രൂപയുള്ളൂ കേട്ടോ. 1 2 3 4 5 5 ഉണ്ട് കേട്ടോ ഇതിൽ. 100 രൂപ. നമുക്ക് ഇങ്ങനെ പൊടികളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടുള്ള ബൗളാണ് കേട്ടോ. 5 എണ്ണത്തിന് 100 രൂപ. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാതും നാശമായിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നോമ്പൊക്കെ അല്ല തുടങ്ങുന്നത്. അപ്പോൾ ഒക്കെ ഒന്ന് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് മാറ്റാൻ വെച്ചിട്ട്. പിന്നെ ഇതിന് 40 രൂപയുള്ളൂ കേട്ടോ ചന്ദനത്തിരി. ഇതിൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം. 40 രൂപയ്ക്ക് ലാഭമാണ് കേട്ടോ. കുറേ ഉണ്ട്. എണ്ണിയേ 1 2 എണ്ണിയേ. ആ ആ ആ 4 4 5. ആ ഇത് ചന്ദനത്തിരി കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഇതേ കണ്ടോ, 3 പാക്കറ്റാണ് കേട്ടോ ഉള്ള 40 രൂപ. അത് ഒരെണ്ണത്തിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. പറഞ്ഞേ പറയേ. ആ പാത്തുവിൻ്റെ കയ്യിലുണ്ട് കണ്ടോ. അപ്പോൾ അതും ലാഭമാണ്. പിന്നെ ഞങ്ങൾ സോപ്പ് പൊടിയൊക്കെ ആളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ മേടിക്കാറ് സ്ഥിരമായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ അവർ മാസത്തിൽ വരിക. മാസത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് കേട്ടോ വരിക. 15 ദിവസം കൂടുമ്പോഴാണ് വരിക. ആ 15 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ വരിക. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സോപ്പും പൊടിയൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് നോക്കി. അപ്പോൾ നമുക്ക് ലാഭമാണ്. നമുക്ക് പൈസ ഉള്ളപ്പോൾ കൊടുത്താൽ മതി. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇന്ന് തന്നെ കൊടുക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കൊടുക്കാനായിട്ട് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ട് ബാക്കി മേടിച്ചതാണ് കേട്ടോ. വേഗം ഇഡ്ഡലി കഴിക്കി. ബാക്കി ഇഡ്ഡലിയും കൂടി കഴിക്കി വേഗം. പൊടി നിവർത്താനല്ല, പൊടി ഇട്ട് വെക്കാൻ. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ പാത്തുവാ? ഇഷ്ടായോ പാത്തുവിന്? ഇഷ്ടായോ? ഇതെന്തിട്ട് വയ്ക്കാനാ? എന്തിട്ട് വയ്ക്കാ? എന്ത് പൊടി?
പറയേ. മുളക് പൊടി, പിന്നെ എന്ത് ചേർത്ത് കൊടുക്കാനോ? ഇട്ട് വെക്കാന്, പൊടികളൊക്കെ ഇട്ട് വെക്കാന് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ചോറ് വറക്കാനുണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ ഇരിക്കുന്നുണ്ട്, കറികളൊക്കെ ഉണ്ട് കേട്ടോ. സാമ്പാർ ഇരിക്കുന്നുണ്ട്, ഉണക്കമീനൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ചോറൊന്ന് വറക്കാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇന്നധികം വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ. പാത്തൂസ് പുറത്തിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിലാണ്, ഫ്രണ്ടിലേക്കൊന്നും അങ്ങനെ നമ്മൾ ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വാതിലടച്ച പിന്നെ അവർ വരുന്ന ടൈമിലാണ് കേട്ടോ ഫ്രണ്ടിലത്തെ വാല് തുറക്കുള്ളൂ. ഞാനും പാത്തൂസും ബാക്കിൽ തന്നെയാണ് കേട്ടോ അധികം. അടുക്കള പിന്നെ റൂം അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ. അതിന് ചോറ് ഇതായിട്ടുണ്ട്. അപ്പോൾ ചോറിൽ ഞാനിവിടെ ഉപ്പിട്ടിട്ട് തന്നെയാണ് ചോറ് വാർക്കാറ്, പ്രഷർ കുറവായ കാരണം കൊണ്ട് കേട്ടോ. ഇപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ, എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. എന്നാലും ഇപ്പം എന്നോട് അന്നൊരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താണ് ചോറിൽ ചേർത്ത് കൊടുക്കുന്നതെന്നൊക്കെ. പാത്തൂസ് അവിടെ നല്ല പാട്ടിലാണ് കേട്ടോ. പാത്തൂസ് അവിടെ എന്താക്കാണ്? മണ്ണിൽ കളിക്കരുതേ. മണ്ണിൽ കളിച്ച അമ്മയുടെ കയ്യിന്ന് അടി കിട്ടും. കുളിയൊക്കെ കഴിഞ്ഞതാണേ. പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പം അതും കൂടി ഒന്ന് കഴുകിയെടുക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അധികം ഗ്ലാസ് തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇവർ വെള്ളം കുടിച്ചതും ചായ കുടിച്ച ഗ്ലാസ് അത് തന്നെയാണ് കേട്ടോ. അത് ഞാനിവിടെ ദിലുവിനോടായാലും പറയൂ കേട്ടോ, കുടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പൈപ്പിൽ വെള്ളം ഉള്ളതല്ല. അപ്പോൾ ബെസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച ഗ്ലാസ് നമുക്ക് തന്നെ വെറുതെ ഇങ്ങനെ കഴുകി വെച്ചാൽ മതിയല്ലോ എന്ന്. പക്ഷെ രാവിലെ ഒന്നും അവർക്ക് സമയം, ഉച്ചയ്ക്കൊക്കെ വരിക അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്നെ ചെയ്ത് വെക്കും കേട്ടോ. ഞാൻ പറയൊന്നും വേണ്ട. കുറേ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുകയാണെങ്കിൽ ദിലി എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ പറയാണ്ട് തന്നെ ആൾ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പോൾ വയ്യാണ്ടായിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് അവൾ അടിക്കലും തുടയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. ആൾക്ക് വെള്ളത്തിലുള്ള പണികൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പാത്രം കഴുകലും തുടയ്ക്കലും അങ്ങനെയൊക്കെ ചെയ്ത് തരും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ ആൾ സമ്മതിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ അടുപ്പിൻ്റെ അടുത്ത് ഞാൻ കയറ്റില്ല കേട്ടോ, അത് വേറെ കാര്യം. ഒരു ദിവസം മുട്ട പൊരിക്കാൻ പോയിട്ട് ആളെൻ്റെ ഷാള് മൊത്തത്തിൽ കത്തിച്ച് എൻ്റെ കയ്യിൽ തന്നതാണ്. കാരണം കൊണ്ട് ഇപ്പോൾ അങ്ങനെ അടുക്കളയിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ ഇതേ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയാൻ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. തട്ടിക്കൂട്ടി എടുത്തൊരു വീഡിയോ ആണ്. കുറേ ദിവസമായി ബ്ലോഗൊക്കെ ചെയ്തിട്ട്. ബ്ലോഗൊക്കെ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. കുക്കിംഗ് ഒന്നും നമ്മളെ കൊണ്ട് അങ്ങനെ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാനൊരു തട്ടിക്കൂട്ടിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. നമുക്ക് ബ്ലോഗ് ചെയ്ത് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പാത്തൂസ് എന്തായാലും അവിടെ കളിയിലല്ല, എൻ്റെ പുറകെ ഇങ്ങനെ നടക്കണ കാരണം കൊണ്ട് ഇപ്പോൾ ആ ഒരു ഇതുള്ളില്ല, ആളവിടെ കളിയിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും സുഖമാണ്. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ. ഇന്നിപ്പോൾ കുക്കിംഗ് ആയിട്ടല്ല പോകുന്നത്. നമുക്ക് ഇടയ്ക്കൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കണമല്ലോ, അതുപോലെ തന്നെ നമ്മുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കണമല്ലോ, ആ ഒരു ഇത് കേട്ടോ. അങ്ങനെ നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടിച്ച് വാരലും തുടയ്ക്കലും വൈകുന്നേരം അടിച്ച് വാരിയിടും കേട്ടോ. തുടയ്ക്കലും ഞാൻ ഇപ്പോൾ വൈകുന്നേരം ചെയ്യുന്നത് വെച്ചാൽ അവർ വന്നു കഴിഞ്ഞിട്ട് വാല് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റാണ്. അപ്പോൾ ആ ഉമ്മറത്തെ പൊടിയൊക്കെ അങ്ങനെ അടിച്ചങ്ങോട്ട് കയറും കേട്ടോ അകത്തേക്ക്. അപ്പം ഞാൻ പിന്നെ ബാങ്ക് കൊടുക്കുന്ന ആ ടൈമിലാണ് അടിച്ച് വാരി അകൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നത് കേട്ടോ. ഇപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ്